2024-25 മാർച്ചിലെ ഈ വർഷത്തെ ഇന്നലെ നടന്ന ആനുവൽ എക്സാം മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഉത്തരങ്ങളുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ചില സ്കൂളിലാണ് എക്സാം കഴിഞ്ഞത്, ചില സ്കൂളിൽ കഴിയാത്ത സ്കൂളുകളുണ്ട്. അവർക്കെന്താണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ യൂസ്ഫുൾ ആകും. ആക്ടിവിറ്റി 1, ദി ഗിഫ്റ്റ്. ജോല ക്ലബ് കണ്ടക്റ്റഡ് സ്പീച്ച് കോമ്പറ്റീഷൻ ആസ് പാർട്ട് ഓഫ് ദി ന്യൂ ഇയർ സെലിബ്രേഷൻ. ഒരു സ്പീച്ച് കോമ്പറ്റീഷനാണ് കണ്ടക്ട് ചെയ്തത്. അതിൽ 4 ചിൽഡ്രൻ വെർ ഡിക്ലെയർഡ് വിന്നേഴ്സ് അണ്ടർ വേരിയസ് കാറ്റഗറീസ്. അതിൽ 4 കുട്ടികൾ എന്താണ് വിന്നേഴ്സായിട്ട് അനൗൺസ് ചെയ്തു. വിന്നേഴ്സ് വിൽ ബി ഗിവൺ 500 റുപ്പീസ് ഈച്ച് ആസ് ഗിഫ്റ്റില്ലേ. വിന്നേഴ്സിന് എന്താണ് 500 രൂപ നോട്ടുകളാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് അല്ലേ. 500 റുപ്പീസാണ് ഓരോരുത്തർക്കും സമാനമായിട്ട് കൊടുക്കുന്നത്. ദി കറൻസി നോട്ട്സ് വിച്ച് ആർ ടു ബി പ്ലേസ്ഡ് ഇൻ ദി ഗിഫ്റ്റ് കവേഴ്സ് ആർ ഇൻ ദി ടേബിൾ. ആ ഗിഫ്റ്റിൻ്റെ കവേഴ്സിൽ എന്താണ് ഉള്ള ആ കറൻസി നോട്ടിൽ 500 രൂപയാണ് ഓരോരുത്തർക്കും വെച്ചത്. എങ്ങനെയൊക്കെയുള്ള 500 രൂപയാണ് വെച്ചത് എന്നുള്ളത് ഇവിടെ താഴത്ത് നിന്നിട്ട് ടേബിളിൽ തന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ദി ടേബിൾ. ഈ ടേബിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അതായത് 100 രൂപ നോട്ടുകൾ മാത്രമുള്ള ഒരു കവർ അല്ലേ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ 500 രൂപയാവാൻ എത്ര വേണം അല്ലേ? 500 റുപ്പീസ് ആവാൻ 100 രൂപയുടെ 5 നോട്ടുകൾ കൊടുക്കുമ്പോഴല്ലേ 500 ആവുകയുള്ളൂ. 2 നോട്ട് എടുത്താൽ 200 ആവുകയുള്ളൂ അല്ലേ. 200. 5 നോട്ട് എടുക്കുമ്പോഴാണ് 500 ആവുന്നത് അല്ലേ. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഒരു ഈസി ട്രിക്ക് എപ്പോഴും ക്ലാസ്സിൽ പറയുന്നതാണല്ലേ. അതായത് ഇങ്ങനെ 0 ഉള്ള മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നമ്പേഴ്സ് തമ്മിൽ ഈ അക്കങ്ങൾ തമ്മിൽ ഗുണിക്കുക അല്ലേ. 1 × 5 5ആണ്. പിന്നെ എത്ര പൂജ്യം ഉള്ളത്? 2 പൂജ്യം അല്ലേ. 2 പൂജ്യം ഉള്ളത് കൊണ്ട് അത് ഇടുക അല്ലേ ഉത്തരത്തിൽ. അപ്പോൾ അതിന് പ്രകാരമായിട്ട് രണ്ടാമത്തെ കവറിൽ 10 രൂപ നോട്ടുകൾ മാത്രം അല്ലേ. എത്ര 10 രൂപ നോട്ട് എടുക്കണം നമുക്ക്? 500 ആവണമെങ്കിൽ അല്ലേ. 500 ആവണം അല്ലേ. ഉത്തരം 500 ആണ് അല്ലേ. അപ്പോൾ 10 രൂപ നോട്ടുകൾ എത്ര എടുക്കണം നമുക്ക് 500 കിട്ടണമെങ്കിൽ അല്ലേ. ഏതൊരു സംഖ്യയെ 10 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് അല്ലേ ഒരു പൂജ്യം ഇവിടെ ഉള്ള 10ൻ്റെ പൂജ്യം, പിന്നെ 50 അല്ലേ. ബാക്കിയുള്ളത് 50 അല്ലേ. അപ്പോൾ 50 × 10 ചെയ്യുമ്പോഴല്ലേ നമുക്ക് 500 കിട്ടുക അല്ലേ. 5 × 1 5 പിന്നെ 2 പൂജ്യങ്ങളും അല്ലേ. അപ്പോൾ 500 കിട്ടണമെങ്കിൽ 50 × 10 അല്ലേ. 10 രൂപയുടെ 50 നോട്ടുകൾ എടുക്കണം 500 കിട്ടണമെങ്കിൽ അല്ലേ. 5ഉം 2 പൂജ്യങ്ങളും. 500 കിട്ടണമെങ്കിൽ 50 × 10 ചെയ്യണം അല്ലേ. ഇനി 100 രൂപ നോട്ടുകൾ മാത്രമല്ലേ. 4 100 എടുത്തു 400 അല്ലേ. 4 × 1 4 പിന്നെ 2 പൂജ്യങ്ങളല്ലേ ഉള്ളത്. അതുപോലെ 50 രൂപ നോട്ടുകൾ 2 വീതം എടുത്തു അല്ലേ. 2 5 10ഉം അല്ലേ. 2 × 5 10 പിന്നെ ഒരു പൂജ്യം അല്ലേ. ഈ 2 പൂജ്യം ഉണ്ട് ഇവിടെ അല്ലേ ഉത്തരത്തിൽ. അതെന്ന് പറയുന്നത് 2 × 5 10 അല്ലേ. പിന്നെയുള്ള ഈ ഒരു പൂജ്യമാണ്. അതായത് 400 100ഉം 500 ആയി അല്ലേ. ഇങ്ങനെ പല മെത്തേഡിൽ നമുക്ക് ഓരോ കവറിലും 500 രൂപ നോട്ട് വീതിച്ചിട്ടില്ലേ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടില്ലേ, സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് 4ാമത്തെ 3 ടൈപ്സ് ഓഫ് നോട്ട്സ് അല്ലേ. 3 തരം നോട്ടുകൾ എടുത്തിട്ട് നിങ്ങൾക്ക് എന്താണ് ലാസ്റ്റ് 500 ഇല്ലേ. ടോട്ടൽ 500 കിട്ടിയാൽ മതി, 500 കിട്ടിയാൽ മതി. അപ്പോൾ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് എടുക്കാം അല്ലേ. ഒരു 300 എടുത്താൽ 300 ആയി അല്ലേ. അപ്പോൾ 300ഉം ഒരു 150 അല്ലേ. ഒരു 50 കൂടി എടുത്താൽ എത്രയായി? 500 ആയില്ലേ. ഒരു 300 രൂപ നോട്ട് അല്ലേ. പിന്നെ ഒരു 200 കൂടി എടുത്താൽ 500 ആയി. നമുക്ക് 3 കവറിലാക്കണം. 3 ടൈപ്സ് ഓഫ് നോട്ട് എടുക്കണം അല്ലേ. 2 എടുത്താൽ 300 200 500 ആയി. അപ്പോൾ ഒരു 150 50 എത്രയാണ്? 200 അല്ലേ. 150ഉം ഒരു 50 കൂടി കൂട്ടുമ്പോൾ 200 ആയി അല്ലേ. അപ്പോൾ 200 300ഉം 500. അപ്പോൾ 500 ആയി. അപ്പോൾ എത്ര 300 രൂപ കിട്ടണമെങ്കിൽ ഇവിടെ ഏതൊക്കെ എടുക്കണം അല്ലേ. 3 × 100 അല്ലേ. 100 രൂപേൻ്റെ 3 എടുത്താലല്ലേ 300 ആവുകയുള്ളൂ. 150 കിട്ടാൻ എത്ര എടുക്കണം അല്ലേ. 3 5 അല്ലേ 15. അപ്പോൾ 3 × 5 3 × 50 അല്ലേ. ഒരു പൂജ്യം ഉണ്ട് അല്ലേ. അപ്പോൾ 3 × 50 50 രൂപയുടെ അല്ലേ 3 നോട്ടുകൾ എടുക്കണം അല്ലേ. 50 രൂപ 2 എടുത്താൽ 100 രൂപയായി. 150 ആവണേൽ 50 രൂപയുടെ 3 നോട്ടുകൾ എടുക്കണം. അപ്പോൾ അല്ലേ 150 ആവുകയുള്ളൂ അല്ലേ. ഇനി 50 കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? 50 എന്ന് പറഞ്ഞാൽ നമ്മുടെ 10 രൂപ എത്ര എടുക്കണം? 10 രൂപയുടെ 5 എടുക്കുമ്പോൾ അല്ലേ 50 ആവുക അല്ലേ. 5 × 10 ആണ് 50 അല്ലേ. 5 × 10 അല്ലേ. ഒരു പൂജ്യം അല്ലേ. അപ്പോൾ 50 കിട്ടണമെങ്കിൽ 5 ഇല്ലേ. 10 രൂപ നോട്ടുകൾ 5 എടുക്കണം അല്ലേ. 5 10 ആണ് 50. അപ്പോൾ നമുക്ക് എല്ലാം കൂടി 500 കിട്ടിയില്ലേ. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. 3 നോട്ടുകൾ എടുത്താൽ 500 ആവണം ഇവിടെ ടോട്ടൽ. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി 2, ക്രിക്കറ്റ് മാച്ച്. എ ക്രിക്കറ്റ് മാച്ച് ഈസ് ഗോയിങ് ഓൺ ദി ഫോറസ്റ്റ്. ഫോറസ്റ്റിൽ ഒരു ക്രിക്കറ്റ് കളി നടക്കുകയാണ്, മാച്ച് നടക്കുകയാണ്. ദി മാച്ച് ഈസ് ബിറ്റ്വീൻ പാന്തേഴ്സ് ക്ലബ്ബ് ആൻഡ് തസ്കർ ക്ലബ്ബ് അല്ലേ. 2 ക്ലബ്ബുകൾ തമ്മിലാണ് ഈ മത്സരം നടക്കുന്നത്, ഈ മാച്ച് നടക്കുന്നത് അല്ലേ. തസ്കർ ക്ലബ്ബ് സ്റ്റാർട്ടഡ് ബാറ്റിംഗ് ഫസ്റ്റ് അല്ലേ. ഇതിൽ തസ്കർ ക്ലബ്ബാണ് ഫസ്റ്റ് ബാറ്റ് ചെയ്തത്. ലുക്ക് അറ്റ് ദർ സ്കോർസ് അല്ലേ. അവരുടെ സ്കോർസ് ഇവിടെ തന്നിട്ടുണ്ട്. ആരുടേത് അല്ലേ? തസ്കർ ക്ലബിൻ്റെ സ്കോർസാണ് ഈ ബോക്സിൽ തന്നിട്ടുള്ളത്. അപ്പോൾ തസ്കർ ക്ലബിൻ്റെ സ്കോർസാണ് ഈ ബോക്സിലുള്ളത് അല്ലേ. നൗ ജംബൻ ദി ടൈഗർ ഓഫ് ദി പാന്തേഴ്സ് ക്ലബ് ഈസ് ബാറ്റഡ് വിത്ത് 120 റൺസ് അലോങ് വിത്ത് ഹിം ട്രിക്കി ഫോക്സ് ഈസ് ബാറ്റിംഗ് വിത്ത് 92 റൺസ് അല്ലേ. ഇനി പാന്തേഴ്സ് ക്ലബിൻ്റെതാണ് 120 റൺസും അതുപോലെ 92 റൺസും അല്ലേ. ട്രിക്കി ഫോക്സും അതുപോലെ ടൈഗറും എടുത്തത്. ടൈഗർ 120 റൺസും ഫോക്സ് 92 റൺസും ആണ് എടുത്തത്. അത് പാന്തേഴ്സ് ക്ലബിൻ്റെതാണ്. ഇനി ക്വസ്റ്റ്യൻ എ, ഹൗ മെനി റൺസ് ഡിഡ് തസ്കർ ക്ലബ് സ്കോർ?
തസ്കർ ക്ലബ്ബ് എത്ര റൺസ് സ്കോർ ചെയ്തു അല്ലേ? ഇത് പാന്തേഴ്സ് ക്ലബിൻ്റെ ആണ്. തസ്കർ ക്ലബ്ബ് എത്ര റൺസ് സ്കോർ ചെയ്തു എന്നാണ് ചോദിച്ചത്. ഹൗ മെനി റൺസ് അല്ലേ? എത്ര റൺസ് സ്കോർ ചെയ്തു. അപ്പോൾ എല്ലാ റൺസ് കൂടി നമ്മൾ ടോട്ടലാണല്ലേ ഹൗ മെനി റൺസ്, എത്ര റൺസ് ടോട്ടൽ, ഓരോരുത്തരുടെ അല്ല ചോദിച്ചത് അല്ലേ, ലയൻ്റെതോ അങ്ങനെ ഓരോരുത്തരുടെ അല്ല, ടോട്ടലാണല്ലേ ഹൗ മെനി റൺസ് ഈ ക്ലബ്ബ് സ്കോർ ചെയ്തത്. അപ്പോൾ ടോട്ടൽ ഇതെല്ലാം കൂടി കൂട്ടണം അല്ലേ. ഈ റൺസ് എല്ലാം ആഡ് ചെയ്യണമല്ലേ, 125, 109, 75 ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 309 309 എന്ന് ആൻസർ കിട്ടും അല്ലേ. ഇതെല്ലാം ഇങ്ങനെ ആഡ് ചെയ്യുക, നേരെ ആഡ് ചെയ്യുമ്പോൾ 309 എന്ന് കിട്ടും. അപ്പോൾ അതാണ് തസ്കർ ക്ലബിൻ്റെ സ്കോറ്. നെക്സ്റ്റ് എന്താണ് ബി ക്വസ്റ്റ്യൻ, ഹൗ മെനി റൺസ് ഡു പാന്തേഴ്സ് ക്ലബ് ഹാവ് നൗ. പാന്തേഴ്സ് ക്ലബിന് ഇപ്പോൾ എത്ര റൺസാണ് ഉള്ളത് അല്ലേ? 120യും 92 റൺസും ആണ് ഉള്ളത്. അപ്പോൾ ഇത് രണ്ടുമാണ് പാന്തേഴ്സ് ക്ലബിൻ്റെത്, അതായത് 120 + 92 212 212 എന്ന് കിട്ടും. ഇത് രണ്ടും ആഡ് ചെയ്താൽ കൂട്ടി നോക്കുക അല്ലേ, 120 + 92 ഇത് രണ്ടും ആഡ് ചെയ്യുക, കൂട്ടുമ്പോൾ 212 അല്ലേ. പാന്തേഴ്സ് ക്ലബിൻ്റെ ഇപ്പോൾ ചോദിച്ചതില്ലേ, പാന്തേഴ്സ് ക്ലബിന് ഈ രണ്ട് സ്കോർസാണുള്ളത്. ഇതെന്താണ് തസ്കർ ക്ലബിൻ്റെ സ്കോർസാണ്. അപ്പോൾ അവരുടേത് കിട്ടാൻ അതൊക്കെ കൂട്ടുക, പാന്തേഴ്സ് ക്ലബിൻ്റെത് കിട്ടാൻ അത് കൂട്ടുക അല്ലേ. സി ക്വസ്റ്റ്യൻ, ഹൗ മെനി മോർ റൺസ് ആർ നീഡഡ് ഫോർ പാന്തേഴ്സ് ക്ലബ് ടു വിൻ ദി മാച്ച്. പാന്തേഴ്സ് ക്ലബിന് മാച്ച് വിൻ ചെയ്യാൻ എത്ര റൺസ് കൂടി വേണം? ഹൗ മെനി മോർ റൺസ് ആർ നീഡഡ്, എത്ര ആവശ്യമാണ്, നീഡാണ് അല്ലേ. ഹൗ മെനി മോർ റൺസ്, ഇനി എത്ര റൺസ് കൂടി വേണം അല്ലേ. അതായത് നമ്മുടെ പാന്തേഴ്സ് ക്ലബിന് കുറവാണ്, 212 ഉള്ളൂ അല്ലേ. തസ്കർ ക്ലബിന് 309 ഉണ്ട് അല്ലേ. ഇവരുടെ അടുത്തെത്താൻ എത്ര വേണം അല്ലേ? ഇവരുടെ അടുത്തെത്തിയാൽ മതിയോ മാച്ച് വിൻ ചെയ്യാൻ അല്ലേ, ജയിക്കാൻ ഇവരെക്കാൾ ഒരു മാർക്ക് കൂടി സ്കോർ വേണം അല്ലേ. അപ്പോൾ തുല്യമാവുള്ളൂ, തുല്യമാവാനല്ല ചോദിച്ചത്, വിജയിക്കാനാണല്ലേ. വിൻ ചെയ്യാൻ എത്ര വേണമെന്നാണ് ചോദിച്ചത് അല്ലേ. വിൻ ചെയ്യാൻ ഇവരെക്കാൾ ഒരു മാർക്ക് കൂടി സ്കോർ ചെയ്യണം അല്ലേ, ഒരു റൺസ് കൂടി സ്കോർ ചെയ്താലുള്ളൂ ജയിക്കുക അല്ലേ. ഇവരുടെ ഒപ്പമല്ല എത്തേണ്ടത്, ഇവരെക്കാളും ഒന്നുകൂടി സ്കോർ ചെയ്യണം അല്ലേ. ഇവർക്ക് ഇപ്പോൾ 212 ഉള്ളൂ, അപ്പോൾ 309 310 ആവണം അല്ലേ വിജയിക്കണമെങ്കിൽ. ഇവർ ഇപ്പോൾ 310 എത്താൻ എത്ര കൂടി വേണം? അതായത് നമ്മൾ ഇതിന് ഇത് സബ്സ്ട്രാക്ട് ചെയ്യുക, മൈനസ് ചെയ്യുക അല്ലേ. 309 - 212 അല്ലേ. അപ്പോൾ 9 2 പോയാൽ 7, 0 നിന്ന് എന്താണ് 1 പോകില്ല അല്ലേ, 0 ഒന്നുമില്ല. അപ്പോൾ നമ്മൾ തൊട്ട ആളടുത്ത് നിന്ന് കടം ചോദിക്കും അല്ലേ. അപ്പോൾ ഈ കടം ചോദിക്കുമ്പോൾ ഈ 0ൻ്റെ 1 കൊടുക്കും, 3 1 കൊടുക്കുക എന്ന് പറഞ്ഞാൽ 0ൻ്റെ അടുത്ത് പോയി നിൽക്കുക അല്ലേ. അപ്പോൾ 3 1 കൊടുത്തു എന്ന് പറഞ്ഞാൽ 3 1 പോയി അല്ലേ, ഇത് 2 ആകും അല്ലേ. 10 1 പോയാൽ 9, 2 2 പോയാൽ 0. അപ്പോൾ 97 റൺസാണ് അല്ലേ ഇവരുടെ അടുത്തെത്താൻ വേണ്ടത് അല്ലേ. 309 ഇത് കുറയ്ക്കുമ്പോൾ 97 റൺസ് കൂടി അല്ലേ, 212 97 റൺസ് കൂടി എടുത്താൽ 309 ആവും. അത്ര ആയാൽ മതി വിജയിക്കാൻ. വിൻ ചെയ്യാൻ ഒരു റൺസ് എക്സ്ട്രാ എടുക്കണം, അല്ലല്ലോ വിജയിക്കുള്ളൂ. ഇവരെക്കാളും ഒരു മാർക്ക് കൂടി കൂടിയാലല്ലേ ഇവർ വിജയിക്കുള്ളൂ. ഇപ്പോൾ ഒപ്പരെത്തിയിട്ടുള്ളൂ. അപ്പോൾ 310 റൺസ് അല്ലേ. 310 റൺസ് ആവാൻ ഇവിടെ 97 98 റൺസ് എടുത്താൽ മതി അല്ലേ. ഇനി 212 97 റൺസ് കൂടി എടുത്താൽ 309 ആയി. 310 ആവാൻ 98 റൺസ് എടുത്താൽ ആര് വിജയിക്കും? നമ്മുടെ പാന്തേഴ്സ് ക്ലബ്ബ് ജയിക്കണമെങ്കിൽ ഇവരെക്കാളും 98 റൺസ് കൂടി ഇനി എടുക്കണം. നെക്സ്റ്റ് ആക്ടിവിറ്റി 3, റൈറ്റ് ദി മെഷേഴ്സ്. ഈ മെഷേഴ്സ് എഴുതാനാണ് പറഞ്ഞത്. ക്വസ്റ്റിനെ വേരിയസ് മെഷറിംഗ് യൂട്ടൻസിൽസ് ആൻഡ് വെയിങ് സ്കെയിൽസ് ആർ ഗിവൺ ഇൻ ദി പിക്ചേഴ്സ് അല്ലേ. വെയിറ്റ് അളക്കുന്ന സ്കെയിൽസ്, മെഷർ ചെയ്യുന്ന യൂട്ടൻസിൽസ് ഉപകരണങ്ങളാണ് തന്നിട്ടുള്ളത്. കംപ്ലീറ്റ് ദി ടേബിൾ, റൈറ്റ് ദി മെഷർമെൻറ്റ് ആൻഡ് ദർ യൂണിറ്റ്സ്. മെഷർമെൻറ്റ് യൂണിറ്റ്സ് ചെയ്താനാണ് പറഞ്ഞത്. അതായത് ഇതെന്താണ് നമ്മുടെ മരുന്ന് കളക്കുന്ന ഫില്ലറാണല്ലേ. 5 ml ഫില്ലർ വല്ല ഉണ്ടാവാറ്. അത് 2 തവണ എടുക്കുമ്പോൾ 10 ml ആവും അല്ലേ. 5 + 5 10 അല്ലേ, 10 ml ആവും. അതുപോലെയാണെങ്കിൽ 200 ml 4 തവണ എടുത്താൽ എത്രയാവും? 200 ml ഒരു പാത്രം അല്ലേ, അതിൽ 4 തവണ, അത് 4 തവണ 4 ടൈംസ് അല്ലേ. 4 ടൈംസ് എടുത്താൽ അല്ലേ 2 × 4 അല്ലേ, നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 2 4 8, പിന്നെ എത്ര 0 ഉണ്ട്? 2 0 അല്ലേ, 2 zeros ഉണ്ട്. അപ്പോൾ 800. അപ്പോൾ 800 എന്ന് നമുക്ക് ഇവിടെ കിട്ടി. 800 ml എന്ന് എഴുതണേ. ml എന്നുള്ളത് അതിൻ്റെ ഷോർട്ടാക്കി ഫസ്റ്റത്തെ 2 ലെറ്റർ എടുത്തതാണ് അല്ലേ. മില്ലി-ലിറ്റർ, 800 ml അല്ലേ. 4 തവണ എടുക്കുമ്പോൾ 200ൻ്റെ 4 തവണ എടുക്കുമ്പോൾ ഇനി 1 ലിറ്ററിൻ്റെ 3 തവണ അല്ലേ. എന്താണ് ഈ മില്ലി-ലിറ്ററും ലിറ്ററും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം അല്ലേ? നമ്മുടെ ചെറിയ അളവാണല്ലേ, അത് കണ്ടോ, ചെറിയ പാത്രമാണ്. ഇപ്പോൾ 1 ലിറ്ററിൻ്റെ എന്ന് പറയുമ്പോൾ വലിയ പാത്രമായില്ലേ. നമ്മൾ വെള്ളം കുപ്പി, വാട്ടർ, മിനറൽ ബോട്ടിലൊക്കെ വാങ്ങുമ്പോൾ 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ് നമ്മൾ വാങ്ങാറ് അല്ലേ. അതെന്ന് പറഞ്ഞാൽ 1000 ചെറിയ മില്ലി-ലിറ്ററുകൾ ചേരുമ്പോഴാണ് 1 ലിറ്റർ ആവുന്നത്. ഇങ്ങനത്തെ 1000 ml ചെറിയ മില്ലി-ലിറ്റർ ചേരുമ്പോഴാണ് 1 ലിറ്റർ ആവുന്നത്. അങ്ങനത്തെ എത്ര എണ്ണം എടുക്കണം? 3 തവണ അല്ലേ, 3 ടൈംസ് എടുക്കണം അല്ലേ. 1 × 3 എന്താണ്? 3 അല്ലേ, 3 ലിറ്റർ അല്ലേ. ഇവിടെ എന്താണ്? ലിറ്ററാണ്, എല്ലാണ് കണ്ടോ, ലിറ്ററാണ് അല്ലേ. അപ്പോൾ 3 ടൈംസ് എടുക്കുമ്പോൾ 3 ലിറ്റർ. ഇനി 500 ഗ്രാമിൻ്റെത് 4 ടൈംസ് അല്ലേ, 500 ഗ്രാം അല്ലേ. ഗ്രാം എന്താണ്? സാധനങ്ങളൊക്കെ വാങ്ങുന്നതിനാണ് ഗ്രാം എന്ന് പറയുന്നത്. നമ്മൾ വീട്ടു സാധനമല്ലേ, 1 കിലോ തക്കാളി അല്ലേ, 1 കിലോ ഉള്ളിലെ കിലോഗ്രാമും ഗ്രാമും ഒക്കെ എന്താണ്? സാധനങ്ങളാണല്ലേ. ലിറ്ററിൽ നമ്മൾ വെള്ളം, പാല്, വെളിച്ചെണ്ണ അങ്ങനത്തെ ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റംസ് അല്ലേ, വെള്ളം പോലുള്ള സാധനങ്ങളെയാണ് ലിക്വിഡ് അല്ലേ, അതുപോലെയുള്ള സാധനങ്ങളെയാണ് ലിറ്ററിലും മില്ലി ലിറ്ററിലും പറയാറ്. അപ്പോൾ അതുപോലെയുള്ള ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം. അപ്പോൾ 500 ഗ്രാം 4 തവണ 4 ടൈംസ് എടുക്കുമ്പോൾ
500 ഇൻറ്റു 4 അല്ലേ, നമ്പേഴ്സ് തമ്മിൽ ഗുണിക്കുക അല്ലേ. 5 4 എത്രയാണ്? 4 5 20 പിന്നെ 2 പൂജ്യം അല്ലേ, 2 പൂജ്യം ചോദ്യത്തിലുള്ള പൂജ്യം അല്ലേ. 4 5 20, ഈ 20 പിന്നെ 2 പൂജ്യം, അപ്പോൾ 2000 എന്ന് കിട്ടും. 2000 എന്താണ്? ഇവിടെ ഗ്രാമാണല്ലേ, GM അല്ലേ, ഗ്രാം. ഇവിടെ ചോദ്യത്തിൽ എന്താണ്? കിലോഗ്രാം ആണ് ചോദിച്ചത് അല്ലേ. അപ്പോൾ ഇവിടെ ഉള്ള ഈ യൂണിറ്റ് നോക്കാം. അപ്പോൾ 2000 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 കിലോഗ്രാം ആണ്. ഇങ്ങനത്തെ 1000 ഗ്രാമുകൾ, ചെറിയ ചെറിയ 1000 ഗ്രാം ചേരുമ്പോഴാണ് 1 കിലോഗ്രാം ആവുന്നത്. അപ്പോൾ 2000 ഗ്രാമുകൾ ചേരുമ്പോൾ 2 കിലോഗ്രാം അല്ലേ, ഈ പൂജ്യം ഒഴിവാക്കിയാൽ മതി അല്ലേ. 2000 ഗ്രാം എന്ന് പറഞ്ഞാൽ 2 കിലോഗ്രാം, 3000 ഗ്രാം എന്ന് പറഞ്ഞാൽ 3 കിലോഗ്രാം. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, ദി ഹൈറ്റ് ആൻഡ് വെയിറ്റ് ഓഫ് ലേജു ഇൻ ദി 3rd സ്റ്റാൻഡേർഡ് ഈസ് ഗിവൺ, റൈറ്റ് ദി കറക്റ്റ് യൂണിറ്റ്. ഹൈറ്റിൻ്റെയും വെയിറ്റിൻ്റെ യൂണിറ്റ് ഏതാണെന്ന് പറഞ്ഞത്. ഹൈറ്റിൻ്റെ യൂണിറ്റ് എന്താണ്? സെൻറ്റിമീറ്റർ അല്ലേ, നീളമാണ് അല്ലേ. ഹൈറ്റിൻ്റെത്, വെയിറ്റ് ആണെങ്കിലോ കിലോഗ്രാമിലാണ് പറയൽ അല്ലേ. നമ്മൾ തൂക്കങ്ങളെല്ലാം ഗ്രാമിലും കിലോഗ്രാമിലാണ് പറയൽ. ഞാൻ 35 കിലോ ഉണ്ട് അല്ലേ, അങ്ങനെയല്ലേ പറയൽ അല്ലേ. എൻ്റെ വെയിറ്റ് ചോദിച്ചാൽ കിലോഗ്രാമിലാണ് പറയൽ, അതാണ് യൂണിറ്റ് അല്ലേ. ഹൈറ്റ് ചോദിച്ചാൽ 128 സെൻറ്റിമീറ്ററാണ് എൻ്റെ നീളം അല്ലേ, ഹൈറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നീളം അല്ലേ, നീളങ്ങളെല്ലാം നമ്മൾ സെൻറ്റിമീറ്ററിലും മീറ്ററിലുമാണ് പറയാറ്. വെയിറ്റിലെ തൂക്കങ്ങളെല്ലാം ഗ്രാമിലും കിലോഗ്രാമിലുമാണ് പറയാറ്. അതുപോലെ വെള്ളത്തിൻ്റെ അളവൊക്കെ ലിറ്ററിലും മില്ലി ലിറ്ററിലുമാണ് പറയാറ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്താൻ മറക്കല്ലേ. നെക്സ്റ്റ് ആക്ടിവിറ്റി ഫോർ വെജിറ്റബിൾ ഗാർഡൻ. ദി പിക്ചർ ഷോസ് ദി വെജിറ്റബിൾ മിലൻ ഗോട്ട് ഫ്രം ഹിസ് സ്കൂൾ വെജിറ്റബിൾ ഗാർഡൻ ടുഡേ. കംപ്ലീറ്റ് ദി ടേബിൾ, റൈറ്റ് ഇൻ ദി നമ്പർ ഓഫ് ഈച്ച് വെജിറ്റബിൾ. ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഓരോ വെജിറ്റബിളിൻ്റെ എണ്ണം എഴുതാൻ. അതായത് ഇതാ പംകിൻ ഇതിൽ എത്ര ഉണ്ട് എണ്ണി നോക്കിയിട്ട് നമ്പർ എഴുതുക. ടൊമാറ്റോ എത്രയുണ്ട്, ലേഡി ഫിംഗർ, പൊട്ടാറ്റോ, ഒനിയൻ, ഇതിൻ്റെയൊക്കെ നമ്പേഴ്സ് ഇതിൽ എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കുക അല്ലേ. പംകിൻ 1 2 3 4 5 6 7 അല്ലേ, അങ്ങനെ എണ്ണി നോക്കിയിട്ട് നമ്പർ ഇതിൽ എഴുതാനാണ് പറഞ്ഞത്. ബി ക്വസ്റ്റ്യൻ, നെയിം ദി വെജിറ്റബിൾസ് വിച്ച് ആർ സെയിം ഇൻ നമ്പർ. അല്ലെ, ഒരേപോലെ നമ്പർ ഉള്ളത് ഏതൊക്കെയാണ്? പംകിനും ഒനിയനും രണ്ടും എന്താണ്? 7 ആണല്ലേ. രണ്ടും 7 എണ്ണം വീതമാണുള്ളത് അല്ലേ. സെയിം നമ്പറാണ് ചോദിച്ചത് അല്ലേ, ഒരേപോലെ ഉള്ളത്. വെജിറ്റബിളിൻ്റെ നെയിം ചെയ്താണ് പറഞ്ഞത്. അപ്പോൾ പംകിൻ ആൻഡ് ഒനിയൻ. സി റൈറ്റ് എ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദി ടേബിൾ. ഈ ടേബിളിനെ ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനാണ് പറഞ്ഞത്. ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ, നെയിം ദി വെജിറ്റബിൾ വിച്ച് ആർ സെയിം ഇൻ നമ്പർ അല്ലേ. അതുപോലെ നമുക്ക് എന്ത് ചോദിക്കാം അല്ലേ, ഈ ഒനിയനേക്കാൾ കൂടുതൽ എത്ര കൂടുതലാണ് ടൊമാറ്റോക്ക് ഉള്ളത് അല്ലേ. ഈ ലേഡി ഫിംഗർ ടൊമാറ്റോയേക്കാളും എത്ര കൂടുതലാണെന്ന് ചോദിക്കാം അല്ലെ. ടൊമാറ്റോ എത്ര കുറവാണെന്ന് ചോദിക്കാം ലേഡി ഫിംഗറിനേക്കാളും അല്ലേ. എത്ര പൊട്ടാറ്റോയാണ് ഇവിടെ ഉള്ളത് അല്ലേ, ഹൗ മെനി നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. പൊട്ടാറ്റോ ഹാവ് അല്ലേ, ഹൗ മെനി ടൊമാറ്റോ, ഹൗ മെനി പംകിൻ, എത്ര എണ്ണം വീതമാണ് ഉള്ളതില്ലേ, ഓരോന്നിൻ്റെ നമ്പേഴ്സ് ചോദിക്കാം. ഒന്നിനേക്കാൾ എത്ര കൂടുതലുണ്ട്, കുറവുണ്ട്. ലെസ് ദാനും ഗ്രേറ്റർ ദാനും അല്ലേ. ലെസ് ദാൻ ഒന്നിനേക്കാൾ കുറവുള്ളതിന് ലെസ് ദാൻ അല്ലേ, കൂടുതലാണെങ്കിൽ ഗ്രേറ്റർ ദാൻ അല്ലേ. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദ്യം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. നെക്സ്റ്റ് ആക്ടിവിറ്റി 5, കാർഡ് ഗെയിം. Ajay and Milan are playing cards. They took 24 cards from the box and divide them equally and started to play. എന്താണ്? കാർഡ് കളിക്കുകയാണ്. അതിൽ 24 കാർഡ്സ് ഒരു ബോക്സിൽ നിന്ന് എടുത്തു. എന്നിട്ട് എന്താണ്? ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇവരെത്ര ആളുകളാണുള്ളത്? 2 ആളുകൾക്ക് ഈക്വൽ ആയിട്ടാണ് ആ കാർഡ് ഡിവൈഡ് ചെയ്തിട്ടാണ് അവർ കളിക്കുന്നത്. ക്വസ്റ്റ്യനെ ഹൗ മെനി കാർഡ്സ് വിൽ ഈച്ച് വൺ ഹാവ് അല്ലേ, ഓരോരുത്തർക്കും എത്ര കാർഡ്സ്, ഹൗ മെനി കാർഡ്സിൽ എത്ര കാർഡ്സാണ് ഉണ്ടാവുക. അപ്പോൾ ആകെ 24 കാർഡ്സ്, 24 കാർഡ്സ് 2 ആളുകൾക്കല്ലേ വീതിക്കേണ്ടത്. 24 എത്ര 2 ഉണ്ട് അല്ലേ, 12 2ആണ് 24 12 + 12 അല്ലേ 24. ഒരാൾക്ക് 12ഉം ഒരാൾക്ക് 12ഉം, രണ്ടാൾക്കും ഈക്വൽ ആയിട്ട് വീതിക്കണം അല്ലേ. ഡിവൈഡ് ദം ഈക്വലി അല്ലേ. അപ്പോൾ 24 കാർഡ്സ്, എത്ര കാർഡ്സിൽ എത്ര എണ്ണം ഉണ്ടോ അത് മുകളിൽ എഴുതുക. ടോട്ടൽ എണ്ണം എത്ര ആളുകൾക്കാണ് ഡിവൈഡ് ചെയ്യുന്നത്? 2 ആളുകൾക്കാണ്, അത് താഴെ എഴുതുക അല്ലേ. ഇനി എന്താണ് കേക്കിൻ്റെ പ്രോബ്ലം, എന്തായിക്കോട്ടെ അല്ലേ. എത്ര കേക്കുകളാണ് അത് മുകളിലേ, അത് എത്ര ആൾക്ക് വീതിക്കണം, അത് താഴെ എഴുതുക. ഇനിയിപ്പോൾ 2 ആൾക്ക് കൂടി കൊടുക്കണം അല്ലേ. 4 കുട്ടികളാണെന്നുണ്ടെങ്കിൽ 24/4 അല്ലേ. 24നെ നമുക്ക് 2 ആൾക്ക് വീതിക്കണം അല്ലേ. 24നെ 2 ആൾക്ക് കൊടുക്കുക അല്ലേ. 24/2 എന്ന് പറയുന്നത് 12 12 അല്ലേ 24. അപ്പോൾ 24 കാർഡ്സ് 2 ആൾക്ക് വീതിക്കുമ്പോൾ 12 കാർഡ്സില്ലേ, ഒരാൾക്ക് 12 ഒരാൾക്ക് 12 അല്ലേ. ഈച്ച് വൺ ഹാവ് അല്ലേ, ഓരോരുത്തർക്കും എത്ര എണ്ണം കിട്ടും എന്നാണ് ചോദിച്ചത്. ബി ക്വസ്റ്റ്യൻ, ആഫ്റ്റർ ദി ഫസ്റ്റ് ഗെയിം 2 more ഫ്രണ്ട്സ് ജോയിൻഡ് ദം അല്ലേ. ഈ ആദ്യത്തെ കളിക്ക് ശേഷം 2 ആളുകൾ കൂടി ജോയിൻ ചെയ്തു അല്ലേ ഈ കളിയിലേക്ക്. ടു സ്റ്റാർട്ട് എ ന്യൂ ഗെയിം ദേ ഡിവൈഡ് ദി കാർഡ്സ് അഗെയിൻ അല്ലേ. പുതിയൊരു കളി തുടങ്ങാൻ വേണ്ടിയിട്ട് അവരെന്താണ്, കാർഡ്സ് വീണ്ടും ഡിവൈഡ് ചെയ്തു, വീതിച്ചു. ഹൗ മെനി കാർഡ്സ് ഡസ് ഈച്ച് വൺ ഹാവ്, അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര കാർഡ്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ 24 കാർഡ്സ് ആണ് ടോട്ടൽ ഉള്ളത്. കുട്ടികളുടെ എണ്ണം 2 ആൾ കൂടി കൂടിയില്ലേ. ആദ്യം 2 ആളുണ്ട്, വീണ്ടും 2 ആൾ കൂടി വന്ന് അല്ലേ. 2 2 4 ആളുകളായി അല്ലേ. അപ്പോൾ ഈ 4 ആളുകൾക്ക് നമുക്ക് എങ്ങനെ വീതിക്കാം അല്ലേ. എത്ര ആൾക്ക് വീതിക്കണോ അത് താഴെ എഴുതുക. ടോട്ടൽ കാർഡ്സിൻ്റെ എണ്ണം മുകളിൽ എഴുതുക. 24/4 എത്രയാണ്? 6 4 അല്ലേ 24 അല്ലേ. 6ൻ്റെ ഗുണനപ്പട്ടിക അല്ലേ, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അല്ലേ, 4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. എത്ര 4കൾ ഗുണിക്കുമ്പോഴാണ് 24 കിട്ടുക അല്ലേ. 6 4 ആണ് 24. അതായത് 4 ആളുകൾക്കും അല്ലേ, ഒരാൾക്ക് 6 അല്ലേ.
അല്ലേ 4 കുട്ടികളാണുള്ളത്. ആ 4 കുട്ടികൾക്കും ഈ 24 കാർഡ്സിനെ 6 എണ്ണം വീതമാക്കില്ലേ. ഒരാൾക്ക് 6, അടുത്ത ആൾക്ക് 6, 6 6 12, വീണ്ടും ഒരാൾക്ക് 6, വീണ്ടും ഒരാൾക്ക് 6, 6 6 12 അല്ലേ. 12 12 എന്താണ് 24 അല്ലേ. 24 കാർഡ്സിനെ ഓരോരുത്തർക്കും അല്ലേ തുല്യമായിട്ട് 6 എണ്ണം വീതം കൊടുത്താൽ 4 ആൾക്കും ഒരേപോലെ കിട്ടും അല്ലേ. ഇനി സി ക്വസ്റ്റ്യൻ ആഫ്റ്റർ സം ടൈം 4 മോർ ഫ്രണ്ട്സ് കെയിം അല്ലേ. ഇനി കുറച്ച് കഴിഞ്ഞപ്പോൾ 4 ഫ്രണ്ട്സ് കൂടി വന്നു അല്ലേ. ഇപ്പം എത്ര കുട്ടികളുണ്ട്? 4 കുട്ടികളുണ്ട് അല്ലേ. ആദ്യം 2 കുട്ടികൾ, അതിലേക്ക് 2 ആൾ കൂടി വന്നു, അപ്പോൾ 4 കുട്ടികളായി. ഇനി ഈ 4 കുട്ടികളിലേക്ക് എത്ര ആൾ കൂടി വന്നു അല്ലേ? 4 മോർ ഫ്രണ്ട്സ് അല്ലേ, 4 ആളുകൾ കൂടി വന്നു. അപ്പോൾ 8 കുട്ടികളായില്ലേ. ഇപ്പോൾ 8 കുട്ടികളായി. Any cards. So they took 24 cards from the box and mixed them with the cards they were already playing. അവർ ആൾറെഡി ഇപ്പോൾ കളിച്ചു കൊണ്ടിരിക്കുന്ന കാർഡ്സിലേക്ക് 24 കാർഡ്സ് കൂടി മിക്സ് ചെയ്തു അല്ലേ. they took 24 cards from the box and mixed them with the cards അല്ലേ. മിക്സ് ചെയ്തു, 24 കാർഡ്സ് കൂടി മിക്സ് ചെയ്തു. അപ്പോൾ ആദ്യം 24 കാർഡ്സ് ഉണ്ട്, ഇപ്പോൾ 24 കാർഡ്സ് കൂടി അവർ മിക്സ് ചെയ്തു അല്ലേ. എക്സ്ട്രാ 24. അപ്പോൾ ടോട്ടൽ കാർഡ്സ് എത്രയായി? 24 24. ആദ്യം 24 കാർഡ്സാണ് ഉണ്ടായിരുന്നത്, ഇപ്പോൾ 24 കാർഡ്സ് അവർ എക്സ്ട്രാ എടുത്തു അല്ലേ. 8 കുട്ടികളായില്ലേ, അവർക്ക് എല്ലാവർക്കും കിട്ടണ്ട. അപ്പോൾ 24 കാർഡ്സ് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ കാർഡ്സിൽ എത്ര ഉണ്ടോ അത് മുകളിൽ എത്ര ആക്കപ്പോൾ വീതിക്കേണ്ടത്? 8 കുട്ടികളായി അല്ലേ. 24 24 എത്രയാണ്? 2 2 4, 2 2 4, 4 4 8 അല്ലേ. 24 24 എത്രയാണ്? 48 അല്ലേ. 48/8. Then they divide the cards equally to start a new game. Now how many cards will each one have? പുട്ട് എ ടിക്ക് മാർക്ക് ഓൺ ദി കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസറിന് ടിക്ക് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞത്. ഇപ്പം ഇനി എത്ര ആൾക്കാർക്ക് എങ്ങനെയാണ് ഓരോരുത്തർക്കും കിട്ടുക അല്ലേ. ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്താൽ ഓരോരുത്തർക്കും ഈച്ച് വൺ ഹാവ് അല്ലേ, ഓരോരുത്തർക്കും എത്ര കിട്ടും? ആകെ ഇപ്പോൾ 48 കാർഡ്സ്, 48 കാർഡ്സാണ് 8 കുട്ടികൾക്ക് വീതിക്കണം. അപ്പോൾ 48ൽ എത്ര 8 ഉണ്ട്? 6 8 അല്ലേ 48 എന്ന് പറയുന്നത് അല്ലേ. ഏതെങ്കിലും ഒരു ഗുണന പട്ടിക ചൊല്ലി നോക്കുക, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അല്ലേ. 48 അല്ലേ, 6 8 6 8 ആണ് 48. 6 8s are 48 അല്ലേ. അപ്പോൾ 48ൽ എത്ര 8 ഉള്ളത് അല്ലേ? 6 8s ആണ്. അപ്പോൾ 6 എന്നുള്ളത് ഫസ്റ്റത്തെ ഓപ്ഷൻ അല്ലേ, ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി 6, വാട്ട്സ് ദി ടൈം. ക്വസ്റ്റ്യൻ എ, കംപ്ലീറ്റ് ദി ടേബിൾ, റൈറ്റ് ഇൻ ദി ടൈം ആൻഡ് ഡ്രോ ദി ഹാൻഡ്സ് ഓഫ് ദി ക്ലോക്ക്. ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക, അതുപോലെ എന്താണ് ഈ ടൈം എന്താണെന്ന് എഴുതണം. ഈ ടൈം തന്നിട്ടുള്ളത് ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തുകയും വേണം. ഫസ്റ്റ് ഇത് എത്രയാണ്? 2 o'clock അല്ലേ. എന്താണ് ചെറിയ സൂചി 2ലാണ്, വലിയ സൂചി 12ലാണ്. അപ്പോൾ 2 മണിയാണല്ലേ, 2 o'clock ആണ്. നെക്സ്റ്റ് 2:15 അല്ലേ, 2:15. അതായത് ഫസ്റ്റ് ഉള്ളത് നമ്മൾ ചെറിയ സൂചിയിലേക്കും രണ്ടാമത്തത് ഇവിടെ ഉള്ളത് വലിയ സൂചിയിലേക്കുമാണ് വരയ്ക്കേണ്ടത്. 2 o'clock എന്ന് പറയുന്നത് o'clock എല്ലാം 12ലേക്കാണ് വലിയ സൂചി വരിക അല്ലേ. 2:30 ആണെങ്കിൽ എന്താണ് 6ലേക്ക് വരും അല്ലേ, ഹാഫ് ആണ് അല്ലേ. അപ്പോൾ 2:15 എന്ന് പറയുമ്പോൾ ചെറിയ സൂചി 2ൻ്റെയും 3ൻ്റെയും ഇടയിലും, അതുപോലെ 4 എന്ന് പറഞ്ഞാൽ ഇതാണല്ലേ 15 അല്ലേ. അത് 5 10 15 അല്ലേ, 15 ഇതല്ലേ 5 10 15. അപ്പോൾ ഈ രണ്ടാമത്തത് വലിയ സൂചി 15ലേക്ക്, ചെറിയ സൂചി 2ലേക്ക് അല്ലേ. 2ന്ന് കുറച്ചൊന്ന് നീങ്ങാം. ഓക്കെ, ഇനി 1:45 ആണല്ലേ, 1:45. അതായത് ചെറിയ സൂചി 1ൻ്റെയും 2ൻ്റെയും നടുക്ക് വരും. വലിയ സൂചി ഈ 3/4 എന്ന് പറയുമ്പോൾ വലിയ സൂചി 9ലും വരും. ഓക്കെ, സൂചി കറക്റ്റാക്കിയിട്ട് ഇങ്ങനെ വരക്കണേ അല്ലേ. 1:45 1:45 എന്നുള്ളത് ഇതെന്താണ് 30 ആണല്ലേ. 30 35 40 45 എന്ന് പറയുമ്പോൾ 9ലാണ് വലിയ സൂചി വരേണ്ടത് അല്ലേ. വലിയ സൂചിയുടേതാണ് ഈ രണ്ടാമത് കാണിക്കുന്നത്. ആദ്യം കാണിക്കുന്നത് ചെറിയ സൂചി അല്ലേ, നമ്മുടെ ഹവർ ഹാൻഡ്. അതായത് 1:45 1:45 കഴിഞ്ഞിട്ട് 2 മണി ആവാനായിട്ടുണ്ട്. 2 മണിയാകുമ്പോൾ 2ലെത്തേണ്ട ചെറിയ സൂചി. അപ്പോൾ ഈ 1ൻ്റെയും 2ൻ്റെയും നടുക്ക് വരക്കണം ചെറിയ സൂചി. നെക്സ്റ്റ്, then we board a train from വർക്കല ടു ചെങ്ങന്നൂർ ടു വിസിറ്റ് ഹെർ അങ്കിളുടെ ഹൗസ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രം വർക്കല ടു ചെങ്ങന്നൂരിലേക്കാണ് ട്രെയിനിൽ കയറിയത്. ദി ട്രെയിൻ സ്റ്റാർട്ടഡ് അറ്റ് 3:30 ആൻഡ് റീച്ച്ഡ് കൊല്ലം ആഫ്റ്റർ ഹാഫ് ആൻ അവർ. അരമണിക്കൂറിന് ശേഷം, ആഫ്റ്റർ ഹാഫ് ആൻ അവറിനാണ് എവിടുന്നാണ് 3:30ക്ക് സ്റ്റാർട്ട് ചെയ്ത് കൊല്ലത്തെത്തിയത്. ആഫ്റ്റർ ട്രാവലിംഗ് ഫോർ അനദർ 1 hour ദി ട്രെയിൻ റീച്ച്ഡ് ചെങ്ങന്നൂർ അല്ലേ. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം 1 hour കഴിഞ്ഞതിന് ശേഷം ചെങ്ങന്നൂരെത്തി. ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി അറൈവൽ ടൈം ഓഫ് ദി ട്രെയിൻ അറ്റ് കൊല്ലം അല്ലേ. കൊല്ലത്തെത്തിയ ടൈം എന്താണെന്ന് ചോദിച്ചതിൽ വാട്ട് ഈസ് ദി അറൈവൽ ടൈം ഓഫ് ദി ട്രെയിൻ അറ്റ് കൊല്ലം അല്ലേ. കൊല്ലത്തെത്തിയത് എപ്പോഴാണ്? ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തത് 3:30ക്കാണ്, റീച്ച്ഡ് കൊല്ലം ആഫ്റ്റർ ഹാഫ് ആൻ അവർ അല്ലേ, അരമണിക്കൂറിന് ശേഷമാണ് കൊല്ലത്തെത്തുന്നത്. അപ്പം 3:30ക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഹാഫ് അവർ കഴിഞ്ഞിട്ടാണ് കൊല്ലത്തെത്തുന്നത്. 3:30 കഴിഞ്ഞാൽ ഹാഫ് അവർ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 അല്ലേ, 4 o'clock ആണല്ലേ. 3:30 കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞാൽ 4 മണിയാവും. 4 മണി കഴിഞ്ഞാൽ അരമണിക്കൂർ പറഞ്ഞാൽ 4:30. 3:30 കഴിഞ്ഞ് 1 മണിക്കൂർ 1 hour എന്ന് പറയുകയാണെങ്കിൽ 3:30 കഴിഞ്ഞാൽ 1 മണിക്കൂറാണ് 4:30 ആവും അല്ലേ. 4 മണിയാണെങ്കിൽ 4 മണി 5 മണിയാവണം 1 മണിക്കൂർ. ഇവിടെ ഹാഫ് അവർ കഴിഞ്ഞിട്ടാണ് എത്തുന്നത്, പകുതി അല്ലേ. 3:30 to 4 അല്ലേ,
അല്ലേ 4 o'clock കൊല്ലത്തെത്തുന്നതില്ലേ, ഹാഫ് ആൻ അവറിലെ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണല്ലേ, 3:30 സ്റ്റാർട്ട് ചെയ്തത്. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ, വെൻ ഡിഡ് ദി ട്രെയിൻ റീച്ച്ഡ് ചെങ്ങന്നൂർ. ഇനി ചെങ്ങന്നൂർ എത്തിയത് എപ്പോഴാണ്? അല്ലെ അനദർ 1 hour അല്ലേ, ആഫ്റ്റർ ട്രാവലിംഗ് ഫോർ അനദർ 1 hour അല്ലേ, 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ചെങ്ങന്നൂർ എത്തുന്നത് അല്ലേ. ചെങ്ങന്നൂർ റീച്ച് ചെയ്തത് എപ്പോഴാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഹാഫ് അവർ കഴിഞ്ഞിട്ട് കൊല്ലത്തെത്തി, കൊല്ലത്തുനിന്ന് 1 മണിക്കൂർ 1 hour കഴിഞ്ഞിട്ട്, അതായത് 4 മണിക്ക് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞാൽ 5 മണി അല്ലേ, 5 o'clock അല്ലേ. 4 മണി ടു 5 മണി അല്ലേ 1 മണിക്കൂർ, 1 hour എന്ന് പറയുന്നത് 1 hour അല്ലേ. 5 മണിയിൽ നിന്ന് 1 hour എന്നാൽ 6 മണി അല്ലേ, അങ്ങനെയാണ് 1 മണിക്കൂർ എന്ന് പറയുന്നത് 1 hour. അപ്പോൾ 1 hour കഴിഞ്ഞിട്ടാണ് എത്തുന്നത് അല്ലേ. അപ്പോൾ 4 മണി കഴിഞ്ഞ് 1 hour എന്ന് പറഞ്ഞാൽ 5 മണി, 5 o'clock. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഈ വർഷം മാർച്ചിലെ ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഉത്തരങ്ങളുമാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് അവർക്ക് ചോദിച്ചിട്ടുള്ളത്. ഇനിയും സ്കൂളുകളിൽ എന്താണ്, ചില സ്കൂളിൽ എക്സാം കഴിഞ്ഞിട്ടില്ല ഇല്ലല്ലോ, അപ്പോൾ അവർക്ക് ഇത് യൂസ്ഫുൾ ആവും. ഓക്കെ, ഇതേ ക്വസ്റ്റ്യൻസ് അല്ല ചോദിക്കുക, ഇതേ മോഡലിലൊക്കെ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ വേറെയും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എൻ്റെ പ്ലേലിസ്റ്റ് എൻ്റെ ചാനലിൽ നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതും കൂടി കണ്ടാൽ നിങ്ങൾക്ക് എന്തായാലും ഏകദേശം ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസിലെ ഇതിലുള്ള അക്കങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ് ചോദിക്കുക.